+1 പ്രതിസന്ധിയിൽ മലപ്പുറത്ത് നൈറ്റ് മാർച്ചുമായി SKSSF. കിഴക്കതല സുന്നി മഹൽ കോംപ്ലക്സിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കുന്നുമ്മലിൽ അവസാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കാണെന്ന് SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് പറഞ്ഞു. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മലപ്പുറത്ത് SKSSFന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ സീറ്റ് പ്രതിസന്ധി അല്ലെങ്കിൽ ബാച്ച് പ്രതിസന്ധി പരിഹരിച്ചു എന്ന വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അത് പരിഹരിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ സംഘടനകൾ. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്ന നിലപാടും അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം നേതാക്കൾ ചേരുകയാണ്. ഇപ്പം എന്താണ് ഇത്തരത്തിലൊരു സമരം അല്ലെങ്കിൽ നൈറ്റ് മാർച്ചുമായിട്ട് ഇറങ്ങാണ്ടായ പ്രധാനപ്പെട്ട കാരണം? മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്. 50,000-ലധികം സീറ്റുകളാണ് ഇവിടെ കുറവായിട്ട് കാണുന്നത്. വർഷാവർഷങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കോമഡി കാണിക്കുകയാണ് സർക്കാർ. അതിന് പകരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് SKSSFന് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ളത്. അപ്പം അത് മുഖവിലക്കെടുക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നത് കണക്കുകളുടെ കോമാളി വെച്ചിട്ടാണ്. സത്യത്തിൽ അതൊരു കൃത്യതയില്ല. ഒരു സർക്കാർ മറ്റു ജില്ലകളിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് പോലെയുള്ള അവകാശം മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്കും നൽകേണ്ടതുണ്ട്. ഇവിടുത്തെ ജനങ്ങളും നികുതി അടച്ചിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ മലബാറിലെ ജില്ലകളിലോട് മാത്രം ഇങ്ങനൊരു അവഗണന അത് ഇന്നു തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്. അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നാണ് SKSSF ആവശ്യപ്പെടുന്നത്. എന്തായാലും SKSSFന്റെ ആവശ്യം വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ച നടക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. മലപ്പുറത്ത് നിന്ന് ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.